ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2025 ഇറങ്ങിയ ഓരോ മാസത്തെ ഈ 12 മാസത്തെ അതിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ സിനിമകളാണ് പറയാൻ പോകുന്നത്. ഓരോ മാസവും അതിൽ ഏത് മാസം ആ മാസത്തെ ഏറ്റവും കൂടുതൽ ടോപ്പായ ഹിറ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 2025 ജനുവരിയിലെ ഏറ്റവും വലിയ ഹിറ്റാണ് രേഖാചിത്രം എന്ന സിനിമ. ആസിഫ് അലി നായകനായ രേഖാചിത്രം എന്ന സിനിമയാണ് ജനുവരി മാസം തൂക്കിയത്. അപ്പോൾ ജനുവരി മാസം തൂക്കിയത് നമ്മുടെ ആസിഫ് അലിയാണ്. രേഖാചിത്രം എന്ന സിനിമയിലൂടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 57 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം കളക്ട് ചെയ്തത്. അപ്പോൾ ജനുവരി മാസം തൂക്കിയത് നമ്മുടെ ആസിഫ് അലിയാണ്. അപ്പോൾ അടുത്ത മാസത്തിലേക്ക് പോകാം. അടുത്ത മാസം ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസം തൂക്കിയത് നമ്മുടെ ഓഫീസർ ആം ഡ്യൂട്ടി എന്ന സിനിമയിലൂടെ കുഞ്ചാക്കോ ബോബനാണ് തൂക്കിയിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസം തൂക്കിയിരിക്കുന്നത് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി എന്ന സിനിമയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 55 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തത്. അപ്പോൾ ഫെബ്രുവരി മാസം തൂക്കിയത് നമ്മുടെ കുഞ്ചാക്കോ ബോബനാണ്. അപ്പോൾ മാർച്ച് മാസം തൂക്കിയത് എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും, നമ്മുടെ എമ്പുരാനാണ് മാർച്ച് മാസം തൂക്കിയത്. അപ്പം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 260 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഗ്രോസ് നേടിയത്. മാർച്ച് മാസം തൂക്കിയത് നമ്മുടെ മോഹൻലാലാണ് എമ്പുരാൻ എന്ന സിനിമയിലൂടെ. അപ്പോൾ അടുത്തത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം തൂക്കിയതും നമ്മുടെ മോഹൻലാൽ തന്നെയാണ്. തുടരും എന്ന സിനിമയിലൂടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയാണ് ഏപ്രിൽ മാസം തൂക്കിയത്. വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം 237 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ഏപ്രിൽ മാസം തൂക്കിയത് നമ്മുടെ മോഹൻലാൽ തന്നെയാണ് തുടരും എന്ന സിനിമയിലൂടെ. പിന്നെ മെയ് മാസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മെയ് മാസം തൂക്കിയത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ദിലീപേട്ടനാണ് മെയ് മാസം തൂക്കിയത്. സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലൂടെയാണ് ദിലീപ് മെയ് മാസം തൂക്കിയത്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത് ഏകദേശം 26 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കളക്ട് ചെയ്തത്. അപ്പോൾ മെയ് മാസം തൂക്കിയിരിക്കുന്നത് നമ്മുടെ ദിലീപാണ്. പിന്നെ ജൂൺ ജൂലൈ മാസത്തിലെ കണക്ക് എന്ന് പറയുന്നത്, ജൂണും ജൂലൈ എന്ന് പറയുന്നത് വളരെ ശോകമായിട്ടുള്ള സിനിമ ഇറങ്ങിയ മാസങ്ങളാണ്. അതിൽ വലിയ ഹിറ്റ് എന്ന് പറയാനായിട്ട് ഒരു ഹിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ജൂൺ മാസം ജൂലൈ മാസവും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അടുത്ത ജൂൺ ജൂലൈ എടുക്കാതെ നമ്മൾ ആഗസ്റ്റിലേക്ക് പോവുകയാണ്. ആഗസ്റ്റ് മാസം തൂക്കിയത് നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം 305 കോടി രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ കളക്ട് ചെയ്തത്. അപ്പോൾ ആഗസ്റ്റ് മാസം തൂക്കിയത് നമ്മുടെ കല്യാണി പ്രിയദർശനാണ് ലോക എന്ന ചിത്രത്തിലൂടെ. അടുത്തത് സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ മാസം പറയുന്നത് പോലെ തന്നെ വലിയ ഹിറ്റ് ഒന്നും കാര്യമായിട്ടില്ല. കാരണം ലോകയായിട്ട് സെപ്റ്റംബർ മാസം അങ്ങനെ പോയത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും വലിയ ഹിറ്റ് സെപ്റ്റംബർ മാസം ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും അടുത്തത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസത്തിലെ വലിയ ഹിറ്റ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ പ്രവീൺ മോഹൻലാൽ നായകനായ DS-0 എന്ന് പറയുന്ന സിനിമയാണ്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 82 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ഒക്ടോബർ മാസം തൂക്കിയത് പ്രവീൺ മോഹൻലാലാണ്. അപ്പോൾ എന്തായാലും DS-0 എന്ന ചിത്രത്തിലൂടെ. അടുത്തത് നവംബർ മാസമാണ്. നവംബർ മാസം തൂക്കിയത് നമ്മുടെ സംഗീത് പ്രദീപാണ്. എക്കോ എന്ന ചിത്രത്തിലൂടെയാണ് നമ്മുടെ സംഗീത് പ്രദീപ് തൂക്കിയത്. അപ്പോൾ എക്കോ എന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് എത്ര രൂപ കളക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 46 to 47 കോടി രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. നവംബർ മാസം തൂക്കിയത് നമ്മുടെ സംഗീത് പ്രദീപാണ്. അപ്പോൾ അടുത്ത ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം തൂക്കിയത് നമ്മുടെ നിവിൻ പോളി നായകനായ സർവമായ എന്ന സിനിമയാണ്. അപ്പോൾ നിവിൻ പോളിയാണ് ഡിസംബർ മാസം തൂക്കിയത് സർവമായ എന്ന സിനിമയിലൂടെ. ചിത്രം 100 കോടി രൂപ ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ട്. 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് 2025 ഓരോ മാസത്തെ ഓരോ വലിയ ഹിറ്റുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.